ചെറുപ്പക്കാരെ, കാരണവന്മാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ഒരു കാരണവശാലും നിങ്ങൾ നിസ്കാരം കളാക്കരുതേ. എത്രത്തോളം സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കാൻ കഴിയുമോ വർദ്ധിപ്പിക്കണം. അത് യജമാനനായ റബ്ബുമായുള്ള സംഭാഷണമാണ്. പാപം പൊറുക്കാൻ ഏറ്റവും വലിയ കാരണമാണ്. അതുപോലെ തന്നെ കഴിയുമെങ്കിൽ റവാത്തിബ് സുന്നത്ത് 22 നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ ചോദിക്കട്ടെ, 5 മണിക്കാണ് സുബഹി നിസ്കാരമെങ്കിൽ ഒരു 4:30 മണിക്ക് എഴുന്നേറ്റാൽ നമുക്ക് ആ പാതിരാ സമയത്ത് സുബഹിന്റെ മുമ്പിൽ 2 റക്അത്തെങ്കിലും യജമാനനായ റബ്ബിന്റെ മുമ്പിൽ ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ കിടന്നുറങ്ങുമ്പോ നമുക്കൊരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചുകൂടെ മുതഅല്ലിമീങ്ങളെ? 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചുകൂടെ മുഅല്ലിം സുഹൃത്തുക്കളെ? 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചുകൂടെ മുഅ്മിനീങ്ങളെ? കുടിക്കാൻ വെള്ളം തന്ന രാജാവിന്റെ മുമ്പിൽ ആരും കാണാനല്ല, ആരും കേൾക്കാനല്ല, ആരും അറിയാനല്ല, ഒരു ചിത്രവും എവിടെയും വരാനല്ല, യജമാനനായ റബ്ബിനോട് താണുകേണ് സ്വകാര്യത്തിൽ ഒരു സംഭാഷണം. തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. പാതിരാ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളുകൾക്ക് എത്ര വലിയ ബഹുമാനമാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതേ, അവർക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. എന്റെ ചെറുപ്പക്കാരെ, സുബ്ഹിന്റെ ജമാഅത്തിന് കഴിയുമെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത പള്ളിയിലൊന്ന് ജമാഅത്തിന് പങ്കെടുത്തുകൂടെ? സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം സുബ്ഹിന്റെ ജമാഅത്തിനെത്താത്തത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ ഉമ്മാനെ വഴിക്ക് വെച്ച് കണ്ടപ്പോ ചോദിച്ചില്ലേ, എന്തേ ഇന്ന് സുലൈമാനെ കാണാതിരുന്നത്? ഇന്നലെ രാത്രി മുഴുവനും എഴുന്നേറ്റ് നിസ്കരിച്ചതിനാൽ സുബ്ഹിന്റെ സമയത്ത് ഒന്ന് മയങ്ങിപ്പോയി. അതാ ജമാഅത്ത് കഴിഞ്ഞിട്ടാണ് ഉറക്കം തെളിഞ്ഞതെന്ന് പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞില്ലേ, രാത്രി മുഴുവനും എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം സുബ്ഹിന്റെ ജമാഅത്തിന് പങ്കെടുക്കലാണ് എന്ന് വരുമ്പോ സുബ്ഹിന്റെ ജമാഅത്തിന്റെ ബഹുമാനം എത്രയാണ്! ഓ സുഹൃത്തുക്കളെ, ഫർളും സുന്നത്തുമായ നിസ്കാരങ്ങൾ ജീവിതത്തിൽ നമ്മൾ തന്നെയല്ലേ കൊണ്ടുവരേണ്ടത്? വലം തു സുന്നതമൻ അഹ്യല്ലാമ ഇലാ അനിസ്തഖത് ഖദമാ ഹുദൂർ മിൻ വറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി സമയത്ത് എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് കാലിന്റെ മേലെ നീര് കെട്ടി വീർത്തു എന്നല്ലേ പറയുന്നത്? എങ്കിലൊരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ നമ്മൾ സമയം കാണേണ്ടതില്ലേ? അതിൽ കൂടുതൽ എത്ര കഴിയുമെങ്കിലും നമ്മൾ നടപ്പാക്കേണ്ടതല്ലേ?